ഈ ബൈത്താണല്ലോ പോലെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൊണ്ടോട്ടിക്കാരെ മാത്രമല്ല എല്ലാവരും നമ്മൾ ആ പീപ്പിൻ്റെ മൗലിദ് ഉണ്ടാവുന്ന എടുക്കി ഇതാ ഇത് വരെ തന്നെ ഇറക്കിയ മൗലിദാണ്. SMA പബ്ലിക്കേഷൻസ് മർക്കസ് കോംപ്ലക്സ് കോഴിക്കോട് PP മൊയ്തീൻകുട്ടിയിലേർ എഴുതിയതാണ്. ഇതിൽ അഹ്ലുൽ അബായിൻ്റെ മൗലിദുണ്ട്. അഹ്ലുൽ അബായിൻ്റെ മൗലിദിൽ ആദ്യം തന്നെ അതാ ഒരു ബൈത്ത് കൊടുക്കുന്നുണ്ട്. അതേതാ? ലീ ഖംസത്തുന്നു തുഫീ ബിഹാ ഹർറൽ വബായിൽ ഹത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. ഈ ബൈത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബൈത്തിനെ കുറിച്ച് മുജാഹിദുകൾ ആദ്യകാലത്ത് പറയുന്നുണ്ട് ഇത് ഷിയാക്കളെ ബൈത്താണ്. മുജാഹിദിന്റെ അതേ വഴിയിലാ AP സമസ്തള്ളത്. നമ്മൾ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് മരിച്ചുപോയ ഒരു KP മുഹമ്മദ് മൗലവി പറഞ്ഞ ഒരാളുണ്ട്. നല്ല തലീക്കെട്ടും അതിൻ്റെ മുകളിലൊരു തട്ടൊക്കെ ഇട്ട് പ്രസംഗിക്കുന്ന ആളാണ്. അയാൾ അന്ന് പഴയ കാലത്ത്, അയാളൊക്കെ മരിച്ചു പോയിട്ട് തന്നെ കാലം കുറേ, അയാൾ അന്ന് പറയുന്നുണ്ട് ഈ 5 ആളെ പേര് പറയുന്ന ബൈത്ത് അത് ഷിയാക്കളെ ബൈത്താണ്. ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ. ഈ 5 ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു യഥാർത്ഥ മുസ്ലിമിന് സംശയിക്കാൻ പറയുന്നുണ്ട്. എന്താ സംശയം? മുഹമ്മദ് നബിയുടെ പേര് കേട്ടാൽ ഉടനെ ലോക മുസ്ലിംകൾ അംഗീകരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് കഴിഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. പള്ളികളിൽ നിന്ന് ഖുത്ബയിൽ കേട്ടിട്ടുണ്ടായിരിക്കും അബൂബക്കർ ഉമർ ഉസ്മാൻ എന്നൊക്കെ. ഖതീബ് ആദ്യം പ്രാർത്ഥിക്കുന്നത് അബൂബക്കർ സിദ്ദീഖിന് അള്ളാഹുവിന്റെ പ്രീതി ഉണ്ടാവട്ടെ എന്ന, രണ്ടാമതായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകട്ടെ എന്ന, മൂന്നാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാകട്ടെ എന്ന, നാലാമതായി പ്രാർത്ഥിക്കുന്ന ഖലീഫമാരുടെ 4ാമത്തെ ഖലീഫയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മഹാനാണ്, സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷേ ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്, ഒരു യഥാർത്ഥ മുസ്ലിം മുഹമ്മദ് നബിയുടെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറയുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സന്ദർശിച്ചാൽ തൊട്ടടുത്ത് കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയുമാണ്. മുസ്ലിം ലോകം അംഗീകരിച്ച 3 പേര് അബൂബക്കർ, ഉമർ, ഉസ്മാൻ കഴിഞ്ഞതിന് ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു. ഈ പദ്യത്തിലുള്ള അബൂബക്കർ സിദ്ദീഖില്ല, ഉമർ ഇബ്നു ഖത്താബില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്നും ഇത് അന്നത്തെ കാലത്ത് വഹാബി പ്രസംഗിച്ചതാ. നമ്മളതിന് അന്നേ മറുപടി പറഞ്ഞോടോ, അത് ബദിരീങ്ങളെ പറയല്ല, അത് അഹ്ലുൽ അബായിനെ എണ്ണാണ്. ആ പുതപ്പിൻ്റെ ഉള്ളിൽ അള്ളാഹിൻ്റെ റസൂൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹൗലായി അഹ്ലു ബൈത്തി വഹമ്മത്തി, ഇതെൻ്റെ പ്രത്യേകക്കാരാണെന്ന് പറഞ്ഞ 5 ആൾക്കാരെ എണ്ണുമ്പോൾ അതേ എണ്ണു. ഈ ബദിരീങ്ങൾ എണ്ണുമ്പോൾ അവരെ മൊത്തം എണ്ണു. അപ്പോൾ ഉഹദീങ്ങൾ എവിടെയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും മഹാന്മാരാണ് എന്ന് നമ്മൾ അന്ന് കൊടുത്ത മറുപടി. എന്നാ KP മൗലവി ഉണ്ടല്ലോ, അയാൾ അതേ വിറാസത്ത് കിട്ടിയ ആളാണ് ഈ ഷിയ ഫൈസി. ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചെന്ന മൗലിദിലടക്കമുള്ള ആ ബൈത്തിനെ ഷിയാക്കളൊന്ന് കാണിച്ചു കൊടുക്ക്. ചെങ്കൊന്നത് അറിയില്ല, നല്ല സുന്യതാണ്. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില ലീ ഹംസത്തുന്നു തുഫീ ബിഹാ ഹർറൽ വബായിൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചെല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ് കണ്ണങ്ങൾ. ഈ KP മുഹമ്മദ് മൗലവിയും ഈ ഷിയ ഫൈസി എന്താ വ്യത്യാസം? എന്നാൽ ഇവരെ തന്നെ ബുക്ക് ഞാൻ അതിന്റെ ചട്ടം കാണിച്ചു കൊടുക്കും. നമ്മൾ ഓതുന്ന ഈ മൗലിദിന്റെ കൻസുൽ ഇബാദ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അതിന്റെ ആദ്യത്തെ വരി തന്നെ എന്താ? ലീ ഖംസത്തുന്നു തുഫീ ബിഹാ ഹർറൽ വബായിൽ ഹത്തിമ അൽ മുസ്തഫ വൽ മുർതള വബ്നാഹുമാ വൽ ഫാത്തിമ. ഏത് അടങ്ങാറ് വന്നാലും എനിക്ക് പ്രശ്നമല്ല, 5 ആൾ എൻ്റെ അടുത്തുണ്ട് കാവലായിട്ട്. അതാരാ? ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒന്ന് സയ്യിദുനാ അലി, സയ്യിദുനാ ഹസൻ, സയ്യിദുനാ ഹുസൈൻ, സയ്യിദുനാ ഫാത്തിമത്തു സഹ്റ. ഈ 5 ആളുകളെ എണ്ണുന്നത് അവർ അഹ്ലു ബൈത്താണ് എന്നുള്ള നിലക്ക എൻ്റെ പ്രത്യേക ആളുകളാന്നാ പറഞ്ഞത്.
ഇനി നമ്മൾ അശറത്തുൽ മുബശ്ശറാണ് 10 ആളുകൾ എണ്ണുമ്പോൾ അതിൽ ആരെണ്ണും? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, സയ്യിദുന ഉമറുൽ ഫാറൂഖ്. ഇനി ബദരീങ്ങൾ എണ്ണുമ്പോൾ വേറെ എണ്ണും. അങ്ങനെ തന്നെയല്ല എണ്ണ, ആരെണ്ണെന്ന് ആദ്യം നോക്കണ്ടേ? അപ്പൊ ചുരുക്കത്തിൽ AP സമസ്തനെ സംബന്ധിച്ചിടത്തോളം ഓല വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് ഷാ തങ്ങൾ മാത്രമല്ല, ഓലും ഷിയാണ്. PP മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഷിയായില്ലേ? PP ഇവിടെ എഴുതി കൊടുത്ത് ഈ ബൈത്തിന്റെ അവിടെ 3 എഴുതി കൊടുത്തിന്, 3 വട്ടം ചെല്ലണം. ഇപ്പൊ ഈ വിവാദം നടക്കുമ്പോ ഇന്നലെ ഉണ്ട് നമ്മളെ ഉള്ളാൾ തങ്ങളെ മകൻ കൂറത്തങ്ങൾ എന്നൊരാളുണ്ടല്ലോ, മൂപ്പര ഉറൂസ് നടക്കുന്നുണ്ട് കർണാടകയിൽ. ഇന്നലെ AP അബൂബക്കർ മുസ്ലിയാരൊക്കെ പങ്കെടുത്ത സദസ്സ. ആ സദസ്സിലുണ്ട് അഹ്ലുൽ അബായിന്റെ മൗലിദ് ഓതുന്നു. എങ്ങനെ പറ്റിയ? AP-ക്കാർ കൂട്ടത്തോടെ ഷിയായിസത്തിലേക്ക്. ഇനി അതാ കാണാൻ പോകുന്നു. ഇന്നലെ നടന്ന സദസ് മഅ്ദിനിലെ പ്രധാന മുദർരിസ് മുട്ടിപ്പടി തങ്ങൾ. നിങ്ങൾ ആലോചിക്കണം, അഹ്ലുബൈത്താണ് തങ്ങളെ, നിങ്ങൾ അഹ്ലുബൈത്താന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ അഹ്ലുബൈത്തിനെ പറയുന്നത് ഷിയയാണ് എന്ന് പറഞ്ഞ ഇയാളെ എങ്ങനെ നിങ്ങൾ ചോറും കൊടുത്തോടെ നിർത്തുക? നിങ്ങളും ആ ജാതി തന്നെയല്ലേ, എന്താ ചെയ്യാ? വല്യാപ്പാനെ പറയുമ്പോൾ ഇടങ്ങാറില്ലാത്ത പേരക്കുട്ടികളുണ്ടാവും. എന്ത് തങ്ങളാങ്ങൾ പിടിച്ചു പുറത്താക്കണ്ട അയാളെ? എന്നിട്ട് ആ ഉത്തരവാദിത്തം ഈ മുഷാവറക്കുല്ലേ? ലീ ഹംസത്തുൻ എന്ന ബൈത്ത് ഷിയാക്കളെ ബൈത്താണ്. കൊണ്ടോട്ടിക്കാര് ഷിയയായത് കൊണ്ടോട്ടി നേർച്ചയിൽ ബാനർ പിടിച്ചപ്പോ ഈ 5 ആളെ പേരുണ്ടായത് കൊണ്ടാണ് എന്നല്ലേ ഷിയാ ഫൈസി പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നിങ്ങൾ ചൊല്ലിയ ബൈത്ത് അനുസരിച്ച് AP-ക്കാർ മൊത്തം ഷിയ ആയില്ലേ കൂട്ടരെ? പാറന്നൂർ 3 അവിടെ എഴുതിയോണ്ട് ഒരു 3 വട്ടം ചൊല്ലിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി AP-ക്കാർ ഷിയാവുന്ന് കാണാൻ പോവാണ്. ഇന്നലത്തെ സംഭവമാണ്. ഞമ്മക്കൊന്ന് ആത്മാറായിട്ട് കൂടെ ചെല്ലും ചെയ്യാം. പാട് ചെല്ല്. بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة خمسة أطفي بها حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة لخمسة أطفي بها حر الوباء الحاتمة المصطفى والمرتضى وابناهما والفاطمة. അൽഹംദുലില്ലാ. ഈ 5 ആളുകളെ പാടിയത് കൊണ്ട് മുഹമ്മദ് ഷാ തങ്ങളെ നിങ്ങൾ ഷിയയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ ഈ വിവാദ സമയത്തും 3 പ്രാവശ്യം അത് ആവർത്തിച്ചു ചൊല്ലിപ്പിച്ചത് മഹാനരായ മുഹമ്മദ് ഷാ തങ്ങളുടെ നിലനിൽക്കുന്ന കറാമത്താണ്. ആ പേരിലാണെങ്കിൽ AP-ക്കാരെ നിങ്ങൾ മുഴുവൻ ഷിയയായില്ലേ? ഷിയാ ഫൈസിനെ പിടിച്ചുകൊണ്ടേ നിങ്ങള് തീരുമാനാക്കി തരി. ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോൾ പാസ്സാക്കി UN ഇടപെടണം. ആദ്യം ഇയാളൊന്ന് ഇടപെട്ട് തീർക്കട്ടെ. ഇത് UN പിന്നെ ഇടപെടും. ആദ്യം നിങ്ങളൊന്ന് ഇതിൽ ഇടപെടി. ഇപ്പൊ നിങ്ങൾ എന്നെ ഷിയായില്ലേ?